കുറച്ചു നേരം ആയിരിക്കണം അരമുണ്ണിയെ ഞാൻ ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്നും രാവിലെ അമ്മയുടെ ഒരു വാള് പയറ്റിയില്ലെങ്കിൽ സുഖാവില്ല. പോവാം. വടകര നമ്പ്യാന്മാരുടെ ഒരു കൂട്ടം നേരത്തെ പോയിന്ന് പാഞ്ചർക്കം പറഞ്ഞു. ഇപ്പോ കാറകളി തുടങ്ങിയിട്ടുണ്ടാവും. വരുന്നുണ്ട് ആറ്റുമണമേലെ തമ്പുരാൻകുട്ടി. നാടുവാഴിയാണെന്നല്ലേ വിചാരം? കണ്ടില്ലേ വേഷവും ഭാവവും, കുതിരപ്പുറത്തുള്ള വരവും. വരട്ടെ, ഇന്നിത്തിരി കളി പഠിപ്പിക്കണോനെ, പുത്തൂരൻ ചേകോന്റെ മരുമോനെ. നീ കുറച്ചു ദിവസത്തേക്ക് കുതിരപ്പുറത്ത് കയറരുതവൻ. അതെങ്ങനെയാ? കാറമണി കൊണ്ട് മുട്ടിനൊരേറ് എറിഞ്ഞപ്പോരാ, അടിച്ചു തെറിപ്പിക്ക്, നല്ല ശരിക്കു കൊള്ളൂ. വായോ ആരോമണ്ണി, ഇത്തിരി കാറ് കളിക്കാം. ഇല്ല, ഞാൻ വെറുതെ കാണാൻ വന്നതാ. കാറമണി തായോ. എന്റെ കാലിലാ കൊണ്ടത് കാറമണി. അവൻ വേണമെന്ന് വെച്ചാ അടിച്ചതാ, വിട്ടുകൊടുക്കരുത്. കാറമണി തരാൻ. വേണമെങ്കിൽ വന്നെടുത്തോ. പായാരം പറയാതെ വാചക്ക. ആരോ മുണ്ണി ഒറ്റയ്ക്ക് മതി നിങ്ങളോടൊക്കെ. നിന്റെ അമ്മാവനെ കൊന്നവനോട് മൊഴി ചോദിച്ചു ആദ്യം, എന്നിട്ട് മതി ഇവരോട് മെയ്മെടുക്ക് കാണിക്കല്. ആറ്റുമണമേലെ കുഞ്ഞിരാമന്റെ മോനാണോ നീ? തന്നെ. 18 കളരിക്ക് ഗുരുക്കളായ കുഞ്ഞിരാമൻ ചായകവരുടെ മകൻ. 18 കളരിക്കാശാന്റെ മകൻ, അടവും തൊഴിലും അറിയാത്ത പീറച്ചക്കൻ. ഇല്ലവചനം പറയരുത്. 18 അടവും തുളുനാടൻ ചിട്ടകളും പഠിച്ചവനാ ഈ ആരോ മുണ്ണി. സംശയമുള്ളവർക്ക് പരീക്ഷിക്കാം. 18 അടവും തുളി ചിട്ടേ. അമ്മാവനെ ചതിച്ചു വന്നവനോട് മൊഴി ചോദിക്കാൻ കഴിഞ്ഞിട്ടല്ല നിനക്ക്. എന്നിട്ടാ ഈ കാറപ്പിള്ളേരോട് വീരസ്യം കാട്ടണ്. എന്റെ അമ്മാവനെയോ? അല്ലാതെ പിന്നെ ഞങ്ങൾ വടകര നമ്പ്യാന്മാരുടെ അമ്മാവനെ. നിങ്ങൾക്കറിയാമെങ്കിൽ ചൊല്ലിൻ, ആരാണ് എന്റെ അമ്മാവനെ ചതിച്ചു കൊന്നത്? ഞങ്ങൾ എന്തിനു ചൊല്ലണം? പോയി നിന്റെ അമ്മയോട് ചോദിക്കേ. കോലത്തിരി നാട്ടിലെ 42 അടി കളരിയില് ഇപ്പോഴും വിലസുണ്ടല്ലോ അവൻ. അവനും 18 കളരിക്ക് ആശാൻ. ചെന്ന് മൊഴി ചോദിച്ചു വാ. എന്തേ ഇപ്പൊ നീ ഇങ്ങനെ ചോദിക്കാൻ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്നോട്? ഏറിയ മാനിപ്പക്കേട് കേട്ടു ഞാൻ കാറപ്പറമ്പില്. നിനക്ക് നേരം അവൻ ഒന്നേ ഉള്ളൂ മോനെ, എന്റെ നേരനുജൻ. ഇന്നും അവൻ പുതുശ്ശേരിയിൽ പയറ്റിന് പോയിരിക്കണു. കളിമൊഴി പറയണ്ട. കോലത്തിരി നാട്ടിലെ 42 അടി കളരിയില് ഇപ്പോഴും വിലസണ ആ ചതിയെ കുറിച്ചാണ് എനിക്കറിയേണ്ടത്. പറയും. എന്നോട് നേര് പറഞ്ഞില്ലെങ്കിൽ കളരി പരമ്പര ദൈവങ്ങളാണ്, അങ്കക്കരി നാഗങ്ങളാണ്. പെറ്റമ്മയുടെ മുമ്പിൽ വെച്ച് നിലവറയിലെ കേമൻ ചുരിയെ കിരയാവും ഞാൻ. മാനം കെട്ടി ജീവിക്കണതിനേക്കാൾ ഭേദം മാനത്തോടെ മരിക്കണതാണമ്മേ.
പറയും, ആരാണ് അമ്മാവനെ ചതിച്ചു കൊന്നത്? പറയാം മോനെ. നീ ചോദിച്ചില്ലേ ഈ അമ്മ എന്താ മുടി കെട്ടി വെക്കാത്തെന്ന്? അതൊരു സത്യത്തിന്റെ കഥ. നിന്നെ കണ്ട് കൊതി തീർന്നില്ല എനിക്ക്, അതുകൊണ്ട് പറഞ്ഞില്ല ഇതുവരെ. പറഞ്ഞിരുന്നെങ്കില് കാറപ്പറമ്പിൽ വെച്ച് ഇത്രയും മാനിപ്പക്കേട് തലയിൽ കെട്ടിവെക്കേണ്ടി വരില്ലായിരുന്നല്ലോ എനിക്ക്. ഇനിയെങ്കിലും പറയുന്നമ്മേ. നീ പറയാണ്ട് വയ്യല്ലോ ഉണ്ണി. പറയാം. പുത്തൂരൻ വീട്ടിലെ നിലവറയിൽ കിടന്ന് വിറയ്ക്കണ ചെമ്പോലയുടെയും മുറിച്ചുരുകിയുടെയും ചോരക്കറ പുരണ്ട ആ കച്ചയുടെയും കഥ. കഴിഞ്ഞ 22 കൊല്ലായിട്ട് എന്റെ പ്രാണൻ ലൂമിത്തി പോലെ നീറിക്കിടക്കണ ആ കൊടും ചതിയുടെ കഥ. ഉറങ്ങിക്കിടന്ന നിന്റെ നേരമ്മാവന് കുത്തുവിളക്കിന്റെ മുന കൊണ്ട് കുത്തിക്കൊന്ന് ആ ചതിയൻ ചന്തുവിന്റെ കഥ. ഇവിടെയാണ് മുളയാണി വെച്ച് പൊൻകാരിട്ട് വിളക്കിച്ചത്. അമ്മാവന്റെ ചോര. കൊടും ചതിയുടെ കഥ കാറപ്പിള്ളേര് പറഞ്ഞു തരേണ്ടി വന്നു ആരോ മുന്നിയോട്. നിങ്ങൾ ആരും ഒരക്ഷരം പറഞ്ഞില്ല. കഷ്ടം. നിങ്ങളുടെ മുത്തശ്ശൻ വിലക്കി ഒന്നും ആരോടും പറയരുതെന്ന്. ഇനി മുത്തച്ഛനും കഴിയില്ല അമ്മായി സത്യം മൂടി വെക്കാൻ. പുത്തൂരം മുറ്റത്ത് നിന്ന് തൊടുക്കാൻ എനിക്കും ഇതുവരെ കിട്ടിയില്ലല്ലോ അവസരം. വാ കണ്ണപ്പുണ്ണി. പുത്തൂരം വീടിന്റെ പടകാളി മുറ്റത്ത് താരിയും ചുരുകയും ഇളക്കാൻ ധൈര്യം കാണിച്ചവരാര്? ഓ, നീയോ? അംഗച്ചമയത്തിന്റെയും ഈ ചുവന്ന കുറിയുടെയും അർത്ഥം? എന്റെ മോൻ പോയതിനു ശേഷം ഞാൻ തീർപ്പ് പറഞ്ഞതല്ലേ നീ പുത്തൂരം വീട്ടിൽ നിന്ന് ആരും അംഗത്തിന് പോവില്ല എന്ന്. ആ അമ്മാവനെ ചതിച്ചു കൊന്നവനോട് ഉചിതം ചോദിക്കാതെ ഈ മരുമകന് തലനീർത്തി നടക്കാനാവില്ലല്ലോ മുത്തച്ഛ. നിന്റെ ശബ്ദവും ബാക്കിയല്ല അച്ഛ. ഒരു മൊഴി ഇനിയും ചോദിക്കാനുണ്ടല്ലോ. മൊഴി ചോദിക്കാനോ? ഈ ചെറുബാലന്മാരോ? അതും ചതിയൻ ചന്തുവിനോട്? ഇവർക്കതിനായോ? നീ സമ്മതിച്ചോ മകളെ? 500 300 കൂടിയടുത്തുനിന്ന് നാണം കെട്ട് മടങ്ങേണ്ടി വന്നപ്പോ അമ്മയെല്ലാം പറഞ്ഞു. എത്ര അടവുകൾ പയറ്റും നീ ഉണ്ണി? 18 അടവും തുളുക്കോലുകളും പയറ്റും മുത്തച്ഛ. അത്രയും അടവുകൾ ചന്തുവും പയറ്റും. പോരാത്തേന് അരിങ്ങോടരുടെ കളരിയിലെ കള്ളക്കോലുകളും. ആവട്ടെ മുത്തച്ഛ, അതും കാണട്ടെ ഞാൻ. വേണ്ട മകനെ, നിന്റെ അമ്മാവനെ അവൻ മൊഴി കൂടാതെ കൊന്നു. നിങ്ങളെ മൊഴിയോടെ കൊല്ലും. അതും പറഞ്ഞു അമ്മ. നേരിട്ട് വെട്ടി മരിച്ചാല് വീരാളിപ്പട്ട വിധാനത്തോടെ ആർത്ത് വിളിച്ചെടുപ്പിക്കാന്ന്. ഒളിവാള് കൊണ്ടാണ് മരിച്ചതെങ്കില് പച്ചോലയിൽ കെട്ടി വലിപ്പിക്കുന്നു. എന്റെ അച്ഛനെ ചതിച്ചു കൊന്നവരോട് മൊഴി ചോദിക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആരും പറഞ്ഞില്ലല്ലോ എന്നോട്. പോയി ആരോ മുന്നിൽ പോകുമ്പോ ഞാനും പോവും കൂടെ. മുത്തശ്ശൻ അനുകൂലിക്കണം. എന്നാലും ഈ ചെറിയ കുട്ടികള്. മുത്തച്ഛന്റെ അനുകൂലവും കളരി പരമ്പര ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കില് ഞങ്ങൾ ജയിച്ചു പോരും മുത്തച്ഛ. നേരങ്ങൾക്ക് പോലും കൊടുത്തിട്ടില്ലാത്ത ഒരടവും കൂടി ഇല്ലേ അച്ഛന്റെ കയ്യില്? 19ാമത്തെ അടവ്. നിക്ക് മാത്രം സ്വകാര്യമായി വെച്ച അടവ്. നിപ്പോ എനിക്കെന്തിനാ?
നിങ്ങൾക്കാ വേണ്ടത് മക്കളെ. വരി, ശ്രദ്ധിച്ച് ഗ്രഹിച്ചോളേൻ. അവന്റെ തല കൊയ്യുമ്പോ പറയണം മുത്തച്ഛൻ അനുഗ്രഹിച്ചത് നടവാതെന്ന്. എന്നെയാണ് അവൻ ചതിച്ചത്. സ്നേഹിച്ചു വളർത്തിയെന്നെ.